എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. കൃഷിഭവൻ വഴി രജിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്ന അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ PM കിസാൻ ഗുണഭോക്താക്കൾ രജിസ്റ്റർ ചെയ്യേണ്ടുന്ന അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ ഇപ്പോൾ ഓൺലൈനായി നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെങ്ങനെ ചെയ്യാം എന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അടങ്ങിയ വീഡിയോ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഉന്നയിച്ച സംശയങ്ങൾക്കുള്ള മറുപടിയും കൂടാതെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അഗ്രിസ്റ്റാക്കുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇതിൽ PM കിസാനിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്ത കൃഷിഭൂമി ഏതാണെന്ന് അറിയാത്തവരുണ്ട്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ പരിഹരിക്കാം, ഒന്നിലധികം കൃഷിഭൂമികൾ കൊടുക്കുവാൻ സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പരിശോധിക്കുന്നുണ്ട്. PM കിസാനുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും തുടർന്നും ലഭിക്കുവാൻ നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതിൽ ആദ്യത്തെ സംശയം, നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് കൊടുക്കുവാൻ, അതായത് കേരള വരുന്നില്ല, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് വരുന്നത് എന്നുള്ളൊരു സംശയം പൊതുവിലുണ്ട്. അത് പരിഹരിക്കാൻ നമ്മൾ ചെയ്യേണ്ടുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതുപോലെ ഫാർമർ രജിസ്ട്രി ഉണ്ട്. അവിടെ എല്ലാം രജിസ്ട്രേഷൻ നടക്കുകയാണ്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ആ സൈറ്റുകളൊക്കെ കയറി വരുന്നതാണ് ഇതിന് കാരണം. അതിന് നമ്മൾ ചെയ്യേണ്ടുന്നത്, കഴിഞ്ഞ ഓൺലൈൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ആ വെബ്സൈറ്റ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് കറക്റ്റായിട്ടുള്ളത് klfr.agristack.gov.in എന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിൽ കയറിയെങ്കിൽ മാത്രമേ നമുക്ക് കേരളം അവിടെ ലഭിക്കുകയുള്ളൂ. തുടർന്ന് ഡീറ്റെയിൽസ് കൊടുക്കുവാനും സാധിക്കുകയുള്ളൂ. മറ്റ് സംശയങ്ങൾ, ഒക്കുപ്പേഷൻ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല, അതുപോലെ കൺസെൻറ്റ് കൊടുക്കാൻ സാധിക്കുന്നില്ല തുടങ്ങിയവയൊക്കെയാണ്. ഇതൊക്കെ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് വരാത്തത് കൊണ്ടാണ്. നമ്മൾ ഓൺലൈൻ പ്രോസസ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കണ്ട് മനസ്സിലാക്കി അതുപോലെ തന്നെ ചെയ്തു പോകുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അടുത്തത്, PM കിസാനിൽ രജിസ്റ്റർ ചെയ്ത കൃഷിഭൂമി എങ്ങനെ കൊടുക്കാമെന്നതിനെ സംബന്ധിച്ചാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിട്ടുള്ളതും. നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് PM കിസാനിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്ത ലാൻഡ് ഡീറ്റെയിൽസ് തന്നെ ഇവിടെ കൊടുത്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്. ഫെച്ച് ലാൻഡ് ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ കേരള സ്റ്റേറ്റ് കൊടുത്ത് ജില്ലയും താലൂക്കും ഒക്കെ കൊടുത്ത് വില്ലേജ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അവിടെ ഡീറ്റെയിൽസ് കൊടുത്ത് അത് ഓട്ടോമാറ്റിക് അവിടേക്ക് ഫെച്ച് ചെയ്ത് വരികയും അതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ആ കർഷകന് പ്രസ്തുത വില്ലേജിൽ ഏതൊക്കെ കൃഷിഭൂമികളുണ്ട്, ഏതൊക്കെ സർവേ നമ്പറുകളുണ്ട്, അതെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക തന്നെ വേണം എന്നുള്ളതാണ്. കാരണം അഗ്രിസ്റ്റാക്ക് രജിസ്ട്രി PM കിസാൻ ഗുണഭോക്താക്കൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, കർഷകരുടെ മുഴുവൻ ഡേറ്റാബേസും അടങ്ങിയ ഒരു രജിസ്ട്രി സൃഷ്ടിക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ കർഷകൻ്റെ ആ വില്ലേജിലുള്ള മുഴുവൻ കൃഷിഭൂമിയും ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടുന്നതുണ്ട്. അതുകൊണ്ട് മുഴുവൻ എല്ലാ സർവേ നമ്പറുകളും നമുക്കിതിൽ ഫെച്ച് ലാൻഡ് ഡീറ്റെയിൽസ് കൊടുത്ത് വീഡിയോയിൽ കാണിക്കുന്നത് പോലെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അതവിടെ വരും. അവിടെ നിന്നും അത് സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുത്ത് അതിനുശേഷം വെരിഫൈ ഓൾ ലാൻഡ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇത് ഓൺലൈൻ പ്രോസസ് വീഡിയോയിൽ വ്യക്തമായി കാണിക്കുന്നു. ഓൺലൈൻ പ്രോസസ് വീഡിയോയിൽ PM കിസാനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ലാൻഡ് ഡീറ്റെയിൽസ് കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീടാണ് അതിൻ്റെ പുതിയ അപ്ഡേറ്റ് വന്നത്. ഇപ്പോൾ ആ വില്ലേജിൽ ആ കർഷകനുള്ള എല്ലാ ലാൻഡിൻ്റെയും ഡീറ്റെയിൽസ് കൊടുത്തു തന്നെ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ PM കിസാനിൽ രജിസ്റ്റർ ചെയ്ത ഭൂമി മാത്രം കൊടുത്തവർക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും കൃഷിഭൂമി ആഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. കൂടുതൽ കൃഷിയും ലാൻഡും ഒക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ മറ്റ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും ചെയ്യാം. അതുപോലെ ഈ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് പെൻഡിങ് എന്നേ കാണിക്കൂ. പിന്നീട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ അതിൻ്റെ വെരിഫിക്കേഷൻ നടപടികളൊക്കെ പൂർത്തിയാവുകയും അതിനുശേഷം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് കൃഷിഭവനിലേക്ക് അയച്ചു കൊടുക്കുകയും അവർ വെരിഫിക്കേഷൻ നടത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയായി ലഭിക്കുകയുള്ളൂ. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.